ദന്തസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം. നമുക്കറിയാം, നമ്മുടെ പല്ലുകൾ, അത് ഓരോ പല്ലുകളും, ഓരോ ഭാഗത്തെ പല്ലുകളും ഓരോ കാര്യത്തിനാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ മുന്നിലെ പല്ലുകൾ അത് സൗന്ദര്യമായിട്ടും സംസാരമായിട്ടും ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, സ്ഫുടകമായിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് മുന്നിലെ പല്ല് വേണം, അടിയിലെ പല്ലും വേണം, അല്ലെങ്കിൽ എയർ ലീക്ക് ആവും, അതുകൊണ്ട് സംസാരം ക്ലിയർ ആയി വരില്ല. അതേപോലെ തന്നെ കാഴ്ചയിൽ ഭംഗി കിട്ടണമെങ്കിൽ, വ്യക്തിത്വം നിലനിർത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മുന്നിലെ പല്ലുകൾ അത്യാവശ്യമാണ്. ഇൻ ടോട്ടൽ സൗന്ദര്യമാണ് അതിനകത്ത് പ്രാധാന്യം. പക്ഷേ പുറകിലെ പല്ലാവട്ടെ, ഈ പുറകിലെ പല്ല് നമുക്ക് ആരോഗ്യകരമായിട്ട്, ആരോഗ്യത്തിന് ഏറ്റവും ബന്ധപ്പെട്ടതാണ്. അപ്പോ നമുക്ക് സൗന്ദര്യമാണ് മുന്നിലെ പല്ലുവെങ്കിൽ പുറകിലെ പല്ല് ആരോഗ്യമാണ്. ആരോഗ്യമാണ് മുഖ്യം. അപ്പൊ നമുക്ക് ഓരോന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് പരീക്ഷിക്കാം. ഉദാഹരണത്തിന്, മുന്നിലെ പല്ല് ആരോഗ്യമാണ് എങ്കിൽ നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ, ഒരു സദസ്സിൽ കൂടുമ്പോൾ, ഒരു ക്ലാസ് എടുക്കുമ്പോൾ, ഒരാൾ നമ്മൾ വിലയിരുത്തുമ്പോൾ കവിള ഒട്ടിയതാണെങ്കിലും മുന്നിലെ പല്ലുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്, അവരും ഹാപ്പിയാണ്. പക്ഷേ ഇത് കൂടുതൽ ഉപകാരം നാട്ടുകാർക്കാണ്, നമുക്കല്ല. മറിച്ച് നമ്മൾ പുറകിലെ പല്ലുകളാണ് നമ്മൾ എടുക്കുന്നുവെങ്കിൽ, പുറകിലെ പല്ലാണ്, ഈ പുറകിലെ പല്ല് വേണം നമുക്ക് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കാൻ. നിങ്ങൾക്കറിയാം, നമ്മളെ വയറിനകത്തോട്ട്, നമ്മളെ കുടലിനകത്തോട്ട് ചെല്ലുന്ന ഭക്ഷണം, ആ ഭക്ഷണം ഏറ്റവും നേർത്ത രൂപത്തിൽ ചവച്ചരച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മളെ ചെറുകുടലിനും വൻകുടലിനും അതിനകത്തു നിന്നുള്ള ഭക്ഷണത്തിനകത്തുള്ള ഫുഡ്, ഗ്ലൂക്കോസ്, മറ്റ് അവയവങ്ങൾ, മിനറൽസ്, ബാക്കിയുള്ള കാര്യങ്ങൾ ആഗീകരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് ആരോഗ്യത്തിനോട് ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ നമ്മളോട് ബന്ധപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു, മുന്നിലെ പല്ല് നാട്ടുകാർക്കാണെങ്കിൽ പുറകിലെ പല്ല് നമുക്ക് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ആവശ്യമാണ്, ചവച്ചരക്കാൻ ആവശ്യമാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. ഇവിടെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളെ വയറിന് എപ്പോഴും വേണ്ടത് റോ ഫുഡ്സ് ആണ്, കൂടുതൽ ഫൈബർ എലമെന്റ്സിലെ ഫുഡാണ്. അപ്പൊ ഈ ഫൈബർ എലമെന്റ്സിലെ ഫുഡ് അത് മെഷീനിലാട്ടി റിഫൈൻഡ് ആവണമെങ്കിൽ എന്ത് വേണം? നമുക്ക് പുറകിലെ പല്ല് നമുക്ക് വേണം. ഈ റിഫൈൻഡ് ഫുഡ് കൊണ്ട് വിഴുങ്ങൽ മാത്രമേ മുന്നിലത്തെ പല്ല് കൊണ്ട് സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മുന്നിലെ പല്ല് അല്ല, പുറകിലെ പല്ല് നഷ്ടപ്പെട്ട ആളുകൾ ആരോഗ്യകരമായിട്ട് വീക്കായിരിക്കും എന്നുള്ളതാണ് പരമാർത്ഥം. മറ്റൊരു കാര്യം, നമുക്കറിയാം, വയറ് ക്ലിയർ ആവണമെങ്കിൽ വയറിൽ ദഹിക്കാവുന്ന രൂപത്തിൽ ഫുഡ് എത്തണം. ദഹിക്കുന്ന ഫുഡുകളെ നമുക്ക് വയറിനകത്ത് ശോധന കിട്ടുകയും മോഷൻ സംഭവിക്കുകയും ചെയ്യുള്ളൂ. ഇനി ഹെൽത്തിനോട് ബന്ധപ്പെട്ട് നമ്മൾ കുടിക്കുന്ന ഫുഡ്, റിഫൈൻഡ് ഫുഡ്, കാർബോഹൈഡ്രേറ്റ് ഫുഡ്, ഷുഗർ, ഇതെല്ലാം ഇത് ഇമ്മീഡിയറ്റ് ആഗീകരണം ചെയ്യുന്നതുകൊണ്ട് ബ്ലഡ് ഷുഗർ ലെവൽ പെട്ടെന്ന് പീക്കാവും. അപ്പൊ നമുക്ക് ബ്ലഡ് ഷുഗർ ആവശ്യമാണ്, വേണം. പക്ഷേ നമ്മൾ റിഫൈൻഡ് ഫുഡിനെക്കാട്ടിലും നമുക്ക് റോ ഫുഡിനകത്തു നിന്നുള്ള ഫുഡാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആരോഗ്യകരമായിട്ട് ആവശ്യം ഉള്ളത് എന്നതാണ് കാര്യം. ഇതിനകത്ത് ലവണങ്ങൾ, വൈറ്റമിൻസ് എല്ലാം കിടക്കുന്നത് നാരുകൾ അടങ്ങുന്ന ഫുഡ്, അല്ലെങ്കിൽ പ്രോട്ടീന്. നിങ്ങൾക്കറിയാം, പ്രോട്ടീനകത്തുനിന്നും പച്ചക്കറിനകത്തുനിന്നും മത്സ്യങ്ങൾ പ്രോട്ടീനകത്തുനിന്നുമാണ് നമുക്ക് ഫുഡ് വരുന്നത്. നമുക്കെല്ലാം അറിയാം, ഫിഷ് എന്ന് പറയുന്നത് ഒരു പ്യുർ പ്രോട്ടീൻ സോഴ്സ് ആണ്. ഇത് നിങ്ങൾക്ക് എന്ത് വേണം? പുറകിലെ പല്ല് വേണം. നമുക്ക് ചവച്ചരച്ച് കഴിക്കണമെങ്കിൽ പുറകിലെ പല്ല് വേണം.
ഇനി ജനറലി ഞാൻ ഉൾപ്പെടെ നിങ്ങളും ഈ കേൾക്കുന്ന നിങ്ങളും നമുക്കെല്ലാം ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. പുറകിലെ പല്ല് അത് RCT ഒന്നും ചെയ്യണ്ട, പല്ല് വെക്കും വേണ്ട, അതാരും കാണുന്നില്ലല്ലോ. പക്ഷെ നിങ്ങളെ ശരീരം കാണുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമാണ്, നാട്ടുകാർക്ക് ആവശ്യമില്ലെങ്കിലും. നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ പുറകിലെ പല്ല് നമുക്ക് നിലനിർത്തിയേ മതിയാവൂ. അപ്പോ നമുക്ക് ആന്റീരിയർ പല്ല്, മുന്നിൽ വശത്ത് കാണുന്ന പല്ലുകൾ ചികിത്സിക്കുക എന്നുള്ളത് ഇന്നൊരു പുതിയ ട്രെൻഡാണ്. കാഴ്ചയിലോ ചുളനായിരിക്കണം, പക്ഷെ അവന് ആരോഗ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ആരോഗ്യം വേണോ സൗന്ദര്യം വേണോ? നമുക്ക് രണ്ടും വേണം. നമുക്ക് എന്ത് വേണം? രണ്ടും വേണം. അപ്പൊ ഏതിനാണ് മുൻഗണന? ആരോഗ്യത്തിനാണോ സൗന്ദര്യത്തിനാണോ? നിങ്ങൾ രണ്ട് ചോയ്സ് നിങ്ങളെ കയ്യിൽ തരികയാണ്. A ആരോഗ്യം, B സൗന്ദര്യം. നിങ്ങൾ ഏത് ചോയ്സ് ചെയ്യും? വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരോഗ്യം നഷ്ടപ്പെട്ടിട്ട് സൗന്ദര്യം ഉണ്ടായിട്ട് ഒരു പ്രയോജനമില്ല. ഒരാൾക്ക് എണീറ്റ് നിൽക്കാൻ കഴിയില്ല, പക്ഷെ അവൻ ഭയങ്കര സുന്ദരനാണ്, വല്ല കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ ഒരുത്തൻ കാണാൻ ഭംഗിയില്ല, പക്ഷെ അവൻ ഹെൽത്തിയാണ്. അപ്പൊ ആരോഗ്യമാണ് പ്രധാനം, സൗന്ദര്യമല്ല. അപ്പൊ പുറകിലെ പല്ല് സംരക്ഷിക്കാതെ മുന്നിലെ പല്ല് സംരക്ഷിക്കാൻ നിൽക്കരുത്. പുറകിലെ പല്ല് ഈസ് ഫോർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഹെൽത്ത് വൈസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് പുറകിലെ പല്ലാണ്, അല്ലാതെ മുന്നിലെ പല്ലുകളല്ല. ഇത് നമുക്ക് കടിക്കാൻ ആവശ്യമാണ്, ചവക്കാൻ ആവശ്യമാണ്. നമ്മളെ ഭക്ഷണം ചവക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ്, കടിക്കാൻ ഫോഴ്സ് ആവശ്യമാണ്, ഹെൽത്തി ആവശ്യമാണ്, എല്ലാം. ഇനി നിങ്ങൾക്ക് രഹസ്യം പറഞ്ഞു തരട്ടെ. പല ആളുകൾക്കും അറിയാത്ത, എന്നാൽ പല ആളുകളും തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റ്. ഇവരെന്ത് ചെയ്യും? പുറകിലെ പല്ല് ഈസ് പോസ്റ്റീരിയസ്, ഇത് എക്സ്ട്രാക്ട് ചെയ്യും, പല്ലെടുത്ത് കളയും. എന്നതിന് ശേഷം മുന്നിലെ പല്ല് ആന്റീരിയസ് ട്രീറ്റ്മെന്റ് ചെയ്യും. എന്ത് സംഭവിക്കുന്നറിയോ? മുന്നിലെ പല്ലും ഉണ്ടാവില്ല, പുറകിലെ പല്ലും ഉണ്ടാവില്ല. കാരണം പുറകിലെ പല്ല് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ റൂട്ടഡ് ആണ്, കൂടുതൽ സ്ട്രോങ് പല്ലുകളാണ്. അതുകൊണ്ട് തന്നെ ദൈവം തമ്പുരാൻ ഈ പുറകിലെ പല്ലിന്റെ സ്റ്റെബിലിറ്റിയിലാണ് മുന്നിലെ പല്ല് നിലനിർത്തിയിട്ടുള്ളത്. കാരണം ഇതിന്റെ റൂട്ട് സർഫസ്, ഞാൻ ചോദിക്കട്ടെ, പുറകിലെ ഒരു പല്ലെടുക്കുമ്പോൾ ഞങ്ങൾ മുന്നിൽ 4 or 5 പല്ലെടുക്കുന്നതിന് സമമാണ്. അതുകൊണ്ട് പുറകിലെ പല്ല് ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. അപ്പോ പുറകിലെ പല്ല് നിലനിർത്തുന്നതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ. യെസ്, ഐ എം ഡോക്ടർ അലി, അലി എരുമ്പ്രാസ് ഡെന്റൽ ക്ലിനിക്, മേലാറ്റൂർ. Thank you friends, thank you.